എൻ്റെ പേര് റംല. ഞാൻ ഹിന്ദു മതത്തിൽ നിന്നും ഇസ്ലാമിലേക്ക് വന്നൊരാളാണ്. ഇസ്ലാമിൻ്റെ നിയമപ്രകാരം അള്ളാഹുവും അള്ളാഹിൻ്റെ റസൂലും പറഞ്ഞ അതനുസരിച്ചുള്ള ജീവിതമാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനോ അമ്മയോ മരണപ്പെട്ടു പോയാൽ അവർക്ക് വേണ്ടി ഇസ്ലാമിൻ്റെ നിയമപ്രകാരം കർമ്മങ്ങൾ ചെയ്യുന്നതിൽ തെറ്റാണോ? അള്ളാഹുവിൻ്റെ മലക്കുകളും ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുമോ എന്നെൻ്റെ ഒരു സംശയമാണ്. അതിന് മറുപടി തരണമെന്ന്. സഹോദരിയുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇസ്ലാമിക ആദർശം സത്യമെന്ന് ബോധ്യപ്പെട്ട് കടന്നു വന്ന ഹൈന്ദവ സമൂഹത്തിലെ ഒരംഗം മരണപ്പെട്ടുപോയ അവരുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? ആ രംഗത്ത് ഇസ്ലാമിൻ്റെ ആ രംഗത്തുള്ള കാഴ്ചപ്പാടുകൾ എന്താണെന്ന് വളരെ പ്രസക്തമാണ് ചോദ്യം. ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലകളിലും കൃത്യമായ മാർഗവും മാർഗദർശനവും നൽകുന്ന ദൈവികമായ മാർഗദർശനമാണ് ഇസ്ലാം. പ്രത്യേകിച്ച് മക്കൾ എന്ന നിലയിൽ മക്കൾക്ക് രക്ഷിതാക്കളോടുള്ള ബാധ്യതകൾ എന്തെന്നും അതോടൊപ്പം തന്നെ അവർക്ക് വകവെച്ചു കൊടുക്കേണ്ട അവകാശങ്ങൾ എന്തൊക്കെയെന്നും തിരിച്ചും മക്കളോടുള്ള മാതാപിതാക്കളുടെ ബാധ്യതകൾ എന്തെന്നും മക്കൾക്ക് അർഹമായ അവകാശങ്ങൾ എന്തെന്നും തുടങ്ങി കൃത്യമായി പഠിപ്പിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന ആദർശ പ്രസ്ഥാനമാണ് ഇസ്ലാം. ഇവിടെ മാതാപിതാക്കളെ ആദരിക്കണമെന്നും ബഹുമാനിക്കണമെന്നും അവരെ പരിഗണിക്കണമെന്നും പഠിപ്പിക്കുന്ന ഇസ്ലാം. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആൻ്റെ താളുകൾ മറിക്കുമ്പോൾ തങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി തുറന്ന മനസ്സുമായി പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥനകളെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, ഞങ്ങളുടെ ചെറുപ്രായത്തിൽ ഞങ്ങളെ പരിഗണിച്ച രക്ഷിതാക്കൾക്ക് നീ കരുണ ചൊരിയണമേ എന്ന പ്രാർത്ഥനകൾ. പക്ഷേ അതേസമയം നേർക്കുനേരെ ബഹുദൈവാരാധന അധിഷ്ഠിതമായ ചിന്തകളും വിശ്വാസങ്ങളുമായി ജീവിക്കുന്ന രക്ഷിതാക്കളാണുള്ളതെങ്കിൽ അവരെ ആദരിക്കണം, പരിഗണിക്കണം എല്ലാമാണെങ്കിലും മതപരമായി ആദർശപരമായി ശുദ്ധ ഏകദൈവാരാധനയ്ക്ക് വിരുദ്ധമായ ആശയങ്ങളോ ആദർശങ്ങളോ ആണ് അവർ കൽപ്പിക്കുന്നതെങ്കിൽ അവരെ അനുസരിക്കരുത് എന്ന് പഠിപ്പിക്കുന്നു ഇസ്ലാം. പ്രത്യേകിച്ച് സൂറത്തുൽ ലുഖ്മാൻ്റെ താളുകൾ മറിക്കുമ്പോൾ ശുദ്ധ ഏകദൈവാരാധനയ്ക്ക് വിരുദ്ധമായ ആശയങ്ങളും ആദർശങ്ങളിലേക്കുമാണ് രക്ഷിതാക്കൾ നിങ്ങളെ ക്ഷണിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നതെങ്കിൽ ഫലാ തുതിഉഹുമ, അവരെ നിങ്ങൾ അനുസരിക്കരുത് എന്ന് പഠിപ്പിക്കുന്നു ഇസ്ലാം. അതേസമയം ഭൗതികമായി അവർക്ക് നന്മകൾ ചെയ്യണമെന്നും രക്ഷിതാക്കൾ എന്ന നിലയിൽ അവരെ സ്നേഹിക്കണമെന്നും ആദരിക്കണമെന്നും പരിഗണിക്കണമെന്നെല്ലാം ഇസ്ലാം പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ബഹുദൈവാരാധന അധിഷ്ഠിതമായ ചിന്തയുമായി ആശയവുമായി കൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് രക്ഷിതാക്കൾ വിട പറയുന്നതെങ്കിൽ അത്തരം ബഹുദൈവാരാധനയുടെ ആശയത്തെ നെഞ്ചിലേറ്റി മരണപ്പെട്ടു പോയ രക്ഷിതാക്കളാകട്ടെ മറ്റാരുമാകട്ടെ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിന് വേണ്ടി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അവകാശമില്ല, പ്രാർത്ഥിക്കരുത് എന്ന് തന്നെയാണ് ഇസ്ലാമിൻ്റെ ആ രംഗത്തുള്ള കാഴ്ചപ്പാട്. പ്രത്യേകിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മാതാവിൻ്റെ ഖബർ സന്ദർശിക്കാൻ പടച്ചറബിനോട് അനുമതി ചോദിക്കുകയും അള്ളാഹു അതിനുള്ള അവസരവും അനുമതിയും നൽകി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അതേസമയം തൻ്റെ മാതാവിന് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചുകൊണ്ടുള്ള പൊറുക്കലിനെ ചോദിച്ചുകൊണ്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആവശ്യപ്പെടലിന് പടച്ചറബ് അനുമതി നൽകിയിട്ടില്ല എന്ന് സ്വഹീഹായ ഹദീസുകളിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം വിശദീകരിക്കുന്നിടത്തും തൻ്റെ പിതാവിന് വേണ്ടി പാപമോചനം തേടാമെന്ന വാഗ്ദാനം നൽകിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വരികൾ
ആ സംഭവമെല്ലാം പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ പാടില്ല എന്നും സൃഷ്ടിപൂജയിൽ ബഹുദൈവാരാധന അധിഷ്ഠിതമായ ചിന്തകളും വിശ്വാസങ്ങളും വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് പാപമോചനത്തിനായി ഇസ്തിഗ്ഫാറിനായി പ്രാർത്ഥിക്കാനുള്ള അവകാശമില്ല എന്നും അരുത് എന്നും അതേസമയം ഭൗതികമായ നന്മകളും അതോ അർത്ഥത്തിലുള്ള മര്യാദകളും പാലിക്കേണ്ടതുണ്ട് മക്കൾ എന്നുമാണ് ഇസ്ലാമിൻ്റെ ആ രംഗത്തുള്ള കാഴ്ചപ്പാടുകൾ. അതേസമയം ഇപ്പോഴും മക്കൾ ശുദ്ധ ഏകദൈവാരാധനയിലേക്ക് കടന്നു വരികയും രക്ഷിതാക്കൾ ശുദ്ധ ബഹുദൈവാരാധനയിൽ അധിഷ്ഠിതമായ ചിന്തകളും വിശ്വാസങ്ങളും വെച്ച് പുലർത്തുകയാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ശരിയായ സത്യത്തെ, ശുദ്ധ ഏകദൈവ ആശയത്തിലേക്ക്, ആദർശത്തിലേക്ക് ആ മനസ്സുകൾ ഇണക്കപ്പെടുവാനുള്ള വഴിയും വഴിമാർഗവും തുറന്നു കൊടുക്കണേ നാഥ എന്നർത്ഥത്തിലുള്ള പ്രാർത്ഥനാ നിർഭരമായ മനസ്സ് മക്കൾക്കുണ്ടാകണമെന്നും ഭൗതികമായ എല്ലാ അർത്ഥതലത്തിലുള്ള പരിഗണനയും സ്നേഹവും ആദരവും ഉണ്ടാകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ആ രംഗത്തുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടും ആ രംഗത്തുള്ള വിശുദ്ധ ഖുർആന്റെ വിശദീകരണങ്ങളും.